നമ്മളെ ദൈവം രക്ഷിച്ചപ്പോൾ നമ്മളെ ഈ ഭൂമിയിൽ ദൈവം ഉപേക്ഷിച്ചത് എന്തുകൊണ്ട്? ഒരു വിധത്തിൽ പറഞ്ഞാൽ കർത്താവ് നമ്മളെ രക്ഷിച്ചത്, ഈ ലോകത്തിൽ നിന്നും ദൈവം നമ്മളെ രക്ഷിച്ചത് നിത്യമായ സ്വർഗരാജ്യത്തിലേക്ക് വേണ്ടിയാണ്. അപ്പം നമ്മളെല്ലാവരും സ്വർഗരാജ്യത്തിന് അവകാശികളായിട്ടാണ് കർത്താവ് നമ്മളെ രക്ഷിച്ചത്. എന്നാൽ കുറച്ച് നാളത്തേക്ക് വേണ്ടി ഈ ഭൂമിയിൽ തന്നെ ജീവിക്കാൻ കർത്താവ് അനുവദിക്കുന്നത് എന്തുകൊണ്ടാണ്? ആ ഒരു ചോദ്യം ഒരിക്കലെങ്കിലും നിങ്ങളോട് തന്നെ ചോദിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. എന്നാൽ കർത്താവിന് ഈ ലോകത്തിൽ നമ്മളെക്കൊണ്ട് ചില ആവശ്യങ്ങൾ ഉണ്ട്. കർത്താവിൻ്റെ ചില ആവശ്യങ്ങൾ ഈ ലോകത്തിൽ നമ്മൾ നിറവേറ്റി കൊടുക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ കർത്താവ് നമ്മളെ ഈ ലോകത്തിലാക്കിയിരിക്കുന്നത് ഒരു പ്രത്യേകമായ ദൗത്യത്തിനും ഉദ്ദേശത്തിനും കൂടിയാണ് ഈ ലോകത്തിലാക്കിയിട്ട് പോയിരിക്കുന്നത്. അത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തികൾ 1:8 നമുക്കെല്ലാവർക്കും സുപരിചിതമായിരിക്കുന്ന വാക്യമാണ്. ആ വാക്യം ഒന്ന് വായിക്കാം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികൾ ആകും എന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ വായിച്ചു കേട്ട വേദഭാഗം, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളായിത്തീരും. സാധാരണ നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യം, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കിട്ടിയാൽ നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ പറ്റും, ദൈവത്തെ സ്തുതിക്കാൻ പറ്റും, കൂടുതലായിട്ട് ദൈവത്തിന് വേണ്ടി ജീവിക്കാനായിട്ട് പറ്റുമെന്നൊക്കെയാണ് നമ്മൾ കേട്ടിരിക്കുന്നത്. എന്നാൽ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ലഭിച്ചിട്ട് അവർ ദൈവത്തെ ആരാധിക്കുന്നു എന്നല്ല പറയുന്നത്, മറിച്ച് സാക്ഷികളായിത്തീരും, ദൈവത്തിൻ്റെ സാക്ഷികളായിത്തീരും എന്നാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ സ്വർഗത്തിൽ ഇപ്പോൾ നമ്മളിവിടുന്ന് രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ, നമ്മൾ രക്ഷ പ്രാപിക്കുമ്പോൾ ഉടനെ സ്വർഗത്തിൽ കൊണ്ടുപോയാൽ അവിടെ സാക്ഷികളുടെ ആവശ്യമില്ല. കാരണം അവിടെയുള്ള എല്ലാവരും വിശ്വാസികളാണ്, എല്ലാവരും ദൈവമക്കളാണ്. എന്നാൽ ഈ ലോകത്തിൽ ദൈവം നമ്മളെ വിട്ടേച്ച് പോയിരിക്കുന്നതിൻ്റെ ഉദ്ദേശം, ഈ ലോകത്തിൽ അവിശ്വാസികളായി ഈ ലോകത്തിൻ്റെ മോഹങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് പിശാചിനെ അനുസരിച്ച് പിശാച് ഒരുക്കിയിരിക്കുന്ന നിത്യ നരകത്തിലേക്ക് പോകുവാൻ അവരറിയാതെ തന്നെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവരെ അതിൽ നിന്നും രക്ഷിച്ച് നിത്യമായിരിക്കുന്ന സ്വർഗരാജ്യത്തിന് അവകാശികളാക്കി തീർക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കണം, ദൂതന്മാർക്ക് പോലും ദൈവം ഏൽപ്പിക്കാത്തതായിരിക്കുന്ന വലിയ ഉത്തരവാദിത്തമാണ്, ദൗത്യമാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്നിരിക്കുന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. എന്നാൽ നമ്മൾ വായിച്ച വേദഭാഗത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അവിടെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യഹൂദയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. സാക്ഷ്യമെന്ന് പറഞ്ഞാൽ കർത്താവായ യേശുവിനെക്കുറിച്ച് നാം വ്യക്തിപരമായി അനുഭവിച്ച കാര്യങ്ങൾ, നമ്മുടെ അനുഭവം മറ്റുള്ളവരുമായി പങ്കിടുന്നതാണ് സാക്ഷ്യം. എന്നാൽ ഇന്ന് സഭകളിൽ മിക്കവാറും വേർപെട്ട സഭകളിൽ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. എല്ലാ ഞായറാഴ്ചയും സാക്ഷ്യമുണ്ട്, അവിടെ തന്നെ ആരാധനയ്ക്ക് തന്നെ സാക്ഷ്യം കാണും. അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ എന്താണ്? അവരനുഭവിച്ച കാര്യങ്ങളൊന്നും ആയിരിക്കുകയില്ല. പല സാക്ഷ്യങ്ങളും പലപ്പോഴും മറ്റുള്ളവരെ പ്രകോപിപ്പിക്കുന്നതും മറ്റുള്ളവരോടുള്ള ബന്ധത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളും ഒക്കെ അവതരിപ്പിക്കുന്ന ഒരു വേദിയായി നമ്മളിന്ന് കാണപ്പെടുന്നു. എന്നാൽ ദൈവം സാക്ഷി ആകുക, അല്ലെ നമ്മളെ സാക്ഷികളാകുക, അല്ലെ നമ്മൾ സാക്ഷ്യം പറയുക എന്ന് പറഞ്ഞാൽ നമ്മൾ അനുഭവിച്ചതായിരിക്കുന്ന ദൈവികമായ സന്തോഷം, സമാധാനം, അല്ലെങ്കിൽ ആശ്വാസം, ദൈവം നൽകിയിരിക്കുന്ന വിടുതൽ, അപ്പോൾ ഇത് ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ അത് ആലയത്തിനകത്തല്ല, ബൈബിളിൽ പറയുന്നത് എവിടെയാണ്? ഭൂലോകത്തൊക്കെയും. ആദ്യം യെരൂശലേമിൽ, നമ്മുടെ സ്വന്തം ഭവനത്തിൽ, പിന്നെ നമ്മുടെ ചുറ്റുപാടും, നമ്മുടെ സഭയിൽ, നമ്മുടെ ചുറ്റുപാടും, മാത്രമല്ല ശമര്യയിലും, നമുക്ക് പ്രയാസമുള്ള മേഖലകളിലും,
ഭൂലോകത്തിൻ്റെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകുവാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. യേശുവിനെ നമ്മുടെ രക്ഷകനായി സ്വീകരിച്ചപ്പോൾ ഉണ്ടായ അനുഭവം അത് എത്ര അത്ഭുതകരമായിരിക്കുന്നുവെന്നും എത്ര വലുതാണെന്നും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അത് ആണ് മറ്റുള്ളവരുമായിട്ട് പങ്കിടേണ്ടത്. അല്ലാതെ പല ആളുകളും സാക്ഷ്യങ്ങൾ പറയും, എന്നാൽ അവരവരുടെ ജീവിതത്തിൽ അവർ ചെയ്തു പോയ തെറ്റുകൾ അല്ലെങ്കിൽ വലിയ മാരകമായിരിക്കുന്ന കുറ്റങ്ങളൊക്കെ ചെയ്തിട്ട് ആ കാര്യത്തെ മാത്രം ഉയർത്തി പറയുന്നു. അങ്ങനത്തെ സാക്ഷ്യങ്ങൾ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി കൈക്കൊണ്ടത് എങ്ങനെയെന്നും കർത്താവിനെ അറിയാൻ ഇടയാതെങ്ങനെയെന്നും ആ കർത്താവ് തങ്ങളുടെ ജീവിതത്തിൽ എന്താണ് മാറ്റം വരുത്തിയതെന്നും ആ കർത്താവിനെക്കുറിച്ച് പറയുന്നതായിരിക്കണം സാക്ഷ്യം. കർത്താവിനെക്കുറിച്ച് ഉയർത്തി പറയുന്നതാണ് സാക്ഷ്യം എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഇവിടെ ഒന്നാമതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പരിശുദ്ധാത്മാവ് ശിഷ്യന്മാരെ ശക്തിപ്പെടുത്തുന്നു. കർത്താവിൻ്റെ സാക്ഷ്യം നമ്മൾ പ്രസ്താവിപ്പാനായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ആവശ്യമാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മൾ രക്ഷിതാവായി കൈക്കൊള്ളുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ വചനം നമ്മൾ സ്വീകരിക്കുമ്പോൾ അതോടൊപ്പം തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ആ നിറവും ആ നിയന്ത്രണവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. രണ്ടാമതായിട്ട് കാണുവാൻ സാധിക്കുന്നത് ആത്മാവിൽ നിറഞ്ഞ ശിഷ്യന്മാർ ലോകത്തെമ്പാടും കർത്താവിൻ്റെ സാക്ഷ്യം വഹിക്കുന്നു. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അവർ ലോകത്തിൽ കടന്നുപോയി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സാക്ഷ്യം തങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത ആ പ്രവൃത്തിയെ അവരറിയിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ലോകത്തിൽ ഒരു പക്ഷെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾക്കോ അല്ലെങ്കിൽ ഭരണകർത്താക്കൾക്കോ പല മാറ്റങ്ങളും വരുത്തുവാൻ സാധിക്കും. സമൂഹത്തിൽ പല മാറ്റങ്ങളും അവർ വരുത്തുന്നുണ്ട്. ഒരു പക്ഷെങ്കിൽ മദ്യപാനം പോലെയുള്ള സംഗതികളിൽ അവർ നിയന്ത്രണം കൊണ്ടുവരുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റു പല രീതിയിലുള്ള അതായിരിക്കുന്ന മാറ്റങ്ങൾ സമൂഹത്തിൽ അവർ വരുത്തും. എന്നാൽ ഹൃദയങ്ങളെ മാറ്റുവാൻ, മനസ്സിനെ മാറ്റുവാനായിട്ട് ദൈവത്തിൻ്റെ വചനത്തിന് മാത്രമേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം മാത്രമേ, കർത്താവിന് മാത്രമേ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് മാത്രമേ മനുഷ്യൻ്റെ മനസ്സിനെ രൂപാന്തരപ്പെടുത്തുവാനായിട്ട് സാധിക്കത്തുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. ഇവിടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി സാക്ഷ്യത്തിന് ആവശ്യമാണ്. നമ്മൾ സാക്ഷ്യം പറയുവാൻ ആവശ്യമാണെന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്ക് മാത്രമേ ഹൃദയങ്ങളെയും കുടുംബങ്ങളെയൊക്കെ പുനഃസ്ഥാപിക്കാനായിട്ടും ഹൃദയങ്ങളെ അതുപോലെ ജനതയെ മുഴുവനും മാറ്റുവാനായിട്ട് സാധിക്കത്തുള്ളൂ എന്നുള്ള കാര്യം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളെൻ്റെ സാക്ഷികളായിരിക്കുമെന്ന് യേശു പറഞ്ഞത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് കർത്താവിനെ നമ്മൾ സാക്ഷിക്കുന്നവരായി തീരണം. സാക്ഷി എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ്റെ നിർവചനം നമുക്ക് നിഘണ്ടുവിൽ പറയുന്നത് എന്തെങ്കിലും കണ്ടതോ കേട്ടതോ ആയ ഒരാൾ തെളിവ് നൽകുന്നു, അല്ലെങ്കിൽ തെളിവ് നൽകുന്നവൻ. എന്തെങ്കിലും ഒരു സംഭവം അവൻ കാണുകയോ കേൾക്കുകയോ അവൻ അറിയുകയോ ചെയ്തെങ്കിൽ അവനാണ് സാക്ഷി എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത് സത്യമാണെന്ന് പറയാനായിട്ട് നമുക്ക് ഒരു കോടതിയിൽ കടന്നു ചെല്ലുമ്പോൾ അവരാദ്യം ഒന്ന് ബൈബിളോ എന്തെങ്കിലും എടുത്ത് വെച്ചിട്ട് പറയും, ഇതിൽ തൊട്ടിട്ട് പറയണം, ഞാൻ ഇനി സത്യം മാത്രമേ സംസാരിക്കത്തുള്ളൂ എന്ന് പറയുന്നു. അതിനുശേഷം അവർ പ്രസ്താവിക്കുന്നു. എന്നാൽ ഇന്ന് നമുക്ക് കാണാം, ലോകത്തിൽ കള്ളസാക്ഷികളുമുണ്ട്, അല്ലേ? കള്ളസാക്ഷികൾ കള്ളസാക്ഷ്യം പറഞ്ഞു എന്ന് തെളിഞ്ഞാൽ അവരെ വീണ്ടും കോടതി ശിക്ഷിപ്പാനായിട്ടിടയായിത്തീരും. എന്നാൽ സത്യം മാത്രമേ ഞാൻ പറയത്തുള്ളൂ എന്ന് പറഞ്ഞ് സത്യം സംസാരിക്കുന്നവനാണ് സാക്ഷി. യഥാർത്ഥമായിട്ട് അനുഭവസാക്ഷ്യം നമ്മൾ പങ്കുവെക്കുമ്പോൾ എന്തോ ചെയ്യണം? നമ്മുടെ സത്യം തന്നെ നമ്മൾ സംസാരിക്കണം. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചതായ കാര്യങ്ങൾ പറയുമ്പോൾ അത് നമ്മൾ ഉയർത്തി പറയേണ്ട ആവശ്യമില്ല. പല സന്ദർഭങ്ങളിലും അങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ നമ്മൾ ലോകത്തിൽ കേട്ടിട്ടുണ്ട്, അത് പിന്നീട് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അവരൊക്കെ സാക്ഷ്യം പറഞ്ഞതിൻ്റെ ഫലമായിട്ട് ഇന്നവർ ഈ
സുവിശേഷ ഘോഷണത്തിലില്ലാതെ ഇരിക്കുന്ന സാഹചര്യങ്ങളും ഇന്ന് നമ്മൾ ലോകത്തിൽ കണ്ടുവരുന്നുണ്ട്. എന്നാൽ സത്യം മാത്രം സംസാരിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്ത കാര്യം പറയേണ്ട ആവശ്യമില്ല. ചില സന്ദർഭങ്ങളിൽ ചില ആളുകൾ പറയാറുണ്ട്, അവർ ചെയ്തതായിരിക്കുന്ന ഒന്നെങ്കിൽ മദ്യപാനവും മറ്റു കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ആ മദ്യത്തിൻ്റെ ബ്രാൻഡ് വരെ അവർ പറഞ്ഞ് സാക്ഷ്യം പറയും. പക്ഷേങ്കിൽ അത് ഗുണത്തിലേറെ ദോഷമാണ് ചെയ്യുന്നത്. ചില ദുർമാർഗ്ഗ ജീവിതങ്ങളിലൂടെയൊക്കെ പോയിട്ട് അത് ഭയങ്കരമായിട്ട് വിശദീകരിച്ചുകൊണ്ട് അതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നു. സാക്ഷ്യത്തിൽ പ്രത്യേകിച്ച് 3 ഘടകങ്ങളാണുള്ളത്. ഒന്ന്, നമ്മുടെ കർത്താവിനെ നമ്മൾ കൈക്കൊള്ളുന്നതിന് മുമ്പ് നമ്മുടെ ജീവിതം എപ്രകാരമായിരുന്നു. അപ്പോൾ അതിന് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് അത് വലിയ സംഭവമായി പറയുന്ന ആളുകളുണ്ട്. എന്നാൽ അതൊരിക്കലും ഒരു വ്യക്തിയെ കർത്താവിലേക്ക് നയിക്കാൻ പര്യാപ്തമല്ല. പഴയകാല ജീവിതം വലുതായതുകൊണ്ടോ വലിയ മോശമായി പോയതുകൊണ്ടോ ഒരാൾ രക്ഷയിലേക്ക് വരത്തില്ല. എന്നാൽ അടുത്ത ഭാഗമാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ടത് എപ്രകാരമാണ്, അതിനുണ്ടായ മുഖാന്തരം എന്താണ്, കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ജീവിതത്തിൽ എന്താണ് ചെയ്തത്, തന്നെ രക്ഷിപ്പാൻ കർത്താവ് എന്താണ് ചെയ്തത്. അതിനുശേഷമായിട്ടുള്ള ഭാഗം, 3-ാമത്തെ ഭാഗം, കർത്താവായ യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ടതിന് ശേഷം തൻ്റെ ജീവിതത്തിലുണ്ടായ വ്യത്യാസങ്ങൾ, മാറ്റങ്ങൾ. പക്ഷേ ഈ 2 ഭാഗങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പ്രത്യേകിച്ച് നമ്മൾ ഓർക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് തനിക്കറിയാവുന്ന കാര്യം മാത്രം പറയുന്ന വ്യക്തിയാണ് സാക്ഷി എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോസ്തല പ്രവൃത്തികളിൽ നമ്മൾ വായിച്ച ആ സാക്ഷി എന്നുള്ള പദം അപ്പോസ്തല പ്രവൃത്തികളിൽ തന്നെ ചില ഭാഗങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 32-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. ഈ യേശുവിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു, അതിന് ഞങ്ങൾ എല്ലാവരും സാക്ഷികളാകുന്നു. ഈ യേശുവിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു, അതിന് ഞങ്ങൾ സാക്ഷികൾ. ഈ സാക്ഷ്യം പറയുന്നത് ആരാണ്? പത്രോസ് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ജനത്തിൻ്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് കർത്താവിൻ്റെ സാക്ഷ്യം പറയുകയാണ്. തൻ്റെ ജീവിത സാക്ഷ്യം അവൻ പറയുകയാണ്. ഈ കർത്താവിനെ ദൈവം ഉയർപ്പിച്ചു, അവൻ ഉയർത്തെഴുന്നേറ്റവനാണെന്ന് അവൻ സാക്ഷ്യം പറയുകയാണ്. താഴത്തേക്കുള്ള ഭാഗങ്ങൾ നമ്മൾ കാണുമ്പോൾ ആ പത്രോസിൻ്റെ സാക്ഷ്യം കേട്ട 3000 ആളുകൾ ഞങ്ങളിനി എന്ത് ചെയ്യണമെന്ന് ചോദിച്ചുകൊണ്ട് അവർ വന്നു. അവരെന്തോ ചെയ്തു? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർ സ്നാനമേറ്റു. അപ്പോൾ സാക്ഷ്യം പ്രസ്താവിക്കുമ്പോൾ അവിടെ ആ സാക്ഷ്യം കേൾക്കുന്നവരിൽ വലിയൊരു വിടുതലുണ്ടാകും, ഒരു മാറ്റമുണ്ടാകും. ഇവിടെ ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തുവാനും തങ്ങൾ കണ്ടതും കേട്ടതും അനുഭവിച്ചതുമായിരിക്കുന്ന സത്യം പ്രസ്താവിച്ചു. അപ്പോസ്തല പ്രവൃത്തികൾ 3-ാം അധ്യായം 14-15 വാക്യങ്ങളൊന്ന് വായിക്കാം. പരിശുദ്ധനും നീതിമാനുമായവനെ നിങ്ങൾ തള്ളിപ്പറഞ്ഞു, കൊലപാതകനായവനെ വിട്ടുതരണമെന്ന് ചോദിച്ചു, ജീവനായകനെ കൊന്നുകളഞ്ഞു, അവനെ ദൈവം മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു, അതിന് ഞങ്ങൾ സാക്ഷികളാകുന്നു. ഇവിടെ പത്രോസ് വീണ്ടും തൻ്റെ സാക്ഷ്യം പങ്കുവെക്കുകയാണ്. അവനെ ദൈവം മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു, അതിന് ഞങ്ങൾ സാക്ഷികൾ. തങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ച, അടുത്തറിഞ്ഞ, തങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി തീർന്ന ആ കർത്താവായ യേശുവിനെ രുചിച്ചറിഞ്ഞ അനുഭവം അത് മറ്റുള്ളവരുടെ മുമ്പാകെ സാക്ഷിച്ചപ്പോൾ ആ സാക്ഷ്യം കേട്ടവരെല്ലാം കർത്താവിനെ അറിയുവാൻ മുഖാന്തരമായി തീർന്നു എന്നുള്ള കാര്യം മറന്നു പോകരുത്. പത്രോസിൻ്റെ അടുത്തൊരു സാക്ഷ്യം കൂടെ നമുക്ക് കേൾക്കുവാൻ സാധിക്കും. പ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായം 39-40 വചനങ്ങൾ. യഹൂദ്യ ദേശത്തിലും യെരുശലേമിലും അവൻ ചെയ്ത സകലത്തിനും ഞങ്ങൾ സാക്ഷികളാകുന്നു. അവനെ അവർ മരത്തിന്മേൽ തൂക്കിക്കൊന്നു, ദൈവം അവനെ 3-ാം നാൾ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഇവിടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് സാക്ഷ്യം പറയുന്നു. തങ്ങളുടെ ജീവിതത്തിൽ
ആ ദൈവം ആരായിരുന്നു എന്നുള്ള കാര്യം വളരെ വ്യക്തമായി മറ്റുള്ളവരോട് പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. പ്രവൃത്തികളുടെ പുസ്തകം 13-ാം അധ്യായം 30-31 വാക്യങ്ങളോട് വായിക്കാം. ദൈവമോ അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. അവൻ തന്നോടുകൂടെ ഗലീലയിൽ നിന്നും യെരൂശലേമിലേക്ക് വന്നവർക്ക് ഏറിയ ദിവസം പ്രത്യക്ഷനായി. അവർ ഇപ്പോൾ ജനത്തിന് മുമ്പാകെ അവൻ്റെ സാക്ഷികൾ ആകുന്നു. കണ്ടോ, ഇത് പൗലോസാണ് പറയുന്നത്. ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. അവൻ തന്നോടുകൂടെ ഗലീലയിൽ നിന്ന് യെരൂശലേമിലേക്ക് വന്നവർക്ക് ഏറിയ ദിവസം പ്രത്യക്ഷനായി. അവർ എന്താണ്? സാക്ഷികളായി തീർന്നു. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സാക്ഷികളാകുക എന്ന് പറഞ്ഞാൽ, കർത്താവായ യേശു ക്രിസ്തു ആ സാക്ഷ്യത്തിനകത്ത് നമ്മൾ കേട്ടതായിരിക്കുന്ന, നമ്മളെ രക്ഷിച്ചതായിരിക്കുന്ന ആ രക്ഷാ സന്ദേശം, സുവിശേഷം ഉണ്ടായിരിക്കണം. അല്ലാതെ നമ്മുടെ കുറേ ജീവിതാനുഭവങ്ങളും മറ്റുമൊക്കെ നമ്മൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുമ്പോൾ ഒരു പക്ഷേങ്കിൽ അവർ കേട്ടിരിക്കും. പക്ഷെ അവർ രക്ഷയിലേക്ക് കടന്നു വരണമെങ്കിൽ ജീവനുള്ള ഉയർത്തെഴുന്നേറ്റവനായിരിക്കുന്ന കർത്താവിനെ നമ്മൾ നമ്മുടെ സാക്ഷ്യത്തിൽ ഉയർത്തുവാൻ തക്കവണ്ണം ഇടയായിത്തീരണമെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. പ്രവൃത്തികളുടെ പുസ്തകം 22-ാം അധ്യായം 12 മുതൽ 15 വരെയുള്ള വാക്യം കൂടെ വായിക്കും. അവിടെ പാർക്കുന്ന സകല യഹൂദന്മാരാലും നല്ല സാക്ഷ്യം കൊണ്ടവനായി ന്യായപ്രമാണപ്രകാരം ഭക്തിയുള്ള പുരുഷനായ അനന്യാസ് എന്നൊരുത്തൻ എൻ്റെ അടുക്കൽ വന്നു നിന്ന്, സഹോദരനായ ശൗലേ, കാഴ്ച പ്രാപിക്ക എന്ന് പറഞ്ഞു. ആ നാഴികയിൽ തന്നെ ഞാൻ കാഴ്ച പ്രാപിച്ചു അവനെ കണ്ടു. അപ്പോൾ അവൻ എന്നോട്, നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം നിന്നെ തൻ്റെ ഇഷ്ടം അറിവാനും നീതിമാനാവിനെ കാണുവാനും അവൻ്റെ വായിൽ നിന്ന് വചനം കേൾപ്പാനും നിയമിച്ചിരിക്കുന്നു. നീ കാണുകയും കേൾക്കുകയും ചെയ്തതിന് സകല മനുഷ്യർക്കും നീ അവൻ്റെ സാക്ഷിയായി തീരും. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, യേശു ക്രിസ്തുവിനെ കുറിച്ച് സത്യം പറയുന്ന ശിഷ്യന്മാരെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇപ്പോൾ യേശു കർത്താവിനെക്കുറിച്ച് സത്യം സംസാരിക്കുന്നവരാണ് യഥാർത്ഥ സാക്ഷി. ഇവിടെ നമ്മൾ കാണുന്നത്, ശിഷ്യന്മാർ യേശുവിനെക്കുറിച്ച് തങ്ങൾക്കറിയാവുന്ന സത്യമായ കാര്യങ്ങൾ തന്നെ അവർ സാക്ഷ്യപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പത്രോസും പൗലോസും എല്ലാം ചെയ്തത് അത് തന്നെയാണ്. ഈ 22-ാമത്തെ അധ്യായം നമ്മൾ നോക്കുമ്പോൾ പൗലോസ് താൻ ആരായിരുന്നുവെന്നും തൻ്റെ ജീവിതത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ടത് എങ്ങനെയായിരുന്നുവെന്നും അതിനുശേഷം തൻ്റെ ജീവിതം എപ്രകാരമാണെന്നും ഇവിടെ വ്യക്തമായി പറയുന്നുണ്ട്. 3 അനുഭവങ്ങൾ സാക്ഷ്യത്തിൻ്റെ നമുക്ക് കേൾക്കുവാൻ സാധിക്കും. താൻ കർത്താവായ യേശു ക്രിസ്തുവിനെ നിന്ദിച്ചും ദുഷിച്ചും തൻ്റെ മക്കളെ ഉപദ്രവിച്ചും പോന്നവനായിരുന്നു. എന്നാൽ കർത്താവിൻ്റെ ആ വലിയ വെളിച്ചം അവനിൽ മിന്നിയപ്പോൾ, അവനിൽ അടിച്ചപ്പോൾ അവൻ കർത്താവിനെ കൈക്കൊണ്ടു. അതിനുശേഷം അവൻ കർത്താവിൻ്റെ ശിഷ്യനായി തീർന്ന കാര്യം ഇവിടെ രേഖപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മുടെ അനുഭവം തന്നെയായിരിക്കണം സാക്ഷ്യം. നമ്മുടെ ജീവിത അനുഭവം തന്നെയായിരിക്കണം. ശിഷ്യന്മാരുടെ ജീവിതത്തിലും പൗലോസിൻ്റെ ജീവിതത്തിലും തൻ്റെ ജീവിത അനുഭവം അവൻ ഷെയർ ചെയ്യുന്നതായിട്ട് കാണുന്നു. പ്രിയമുള്ളവരെ, നമ്മളെ ദൈവം ഈ ലോകത്തിൽ ആക്കി വച്ചിരിക്കുന്നത് നമ്മൾ അനുഭവിക്കുന്ന സന്തോഷം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനാണ്. നമ്മുടെ ജീവിത അനുഭവങ്ങൾ, നാം കടന്നുപോയ പ്രയാസങ്ങളുടേതായിരിക്കുന്ന സാഹചര്യങ്ങളുണ്ടായിരിക്കും, പ്രതികൂലത്തിൻ്റേതായിരിക്കുന്ന അവസ്ഥകളുണ്ടായിരിക്കും, അല്ലെങ്കിൽ നാം അനുഭവിച്ചതായ ചില നന്മകളുണ്ടായിരിക്കും. അതൊക്കെ മറ്റുള്ളവരുമായി പങ്കുവെക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് ആശ്വാസവും വിടുതലും സന്തോഷത്തിനെല്ലാം കാരണമായി തീരുവാനായിട്ട് ഇടയായി തീരുമെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. അതുകൊണ്ട് സാക്ഷ്യം നമ്മുടെ ജീവിത അനുഭവമാണ്. ഇത് എവിടെയെങ്കിലും പോയി പഠിക്കുന്ന ഒരു കാര്യമല്ല. സെമിനാരിയിലോ ബൈബിൾ കോളേജിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും പോയി പഠിച്ച കാര്യമല്ല സാക്ഷ്യം. നമ്മുടെ ജീവിത അനുഭവം തന്നെയാണ് നമ്മൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. യേശു ക്രിസ്തുവിനെ വ്യക്തിപരമായി
ഞങ്ങൾക്ക് അറിയാമെന്ന് പറയുമ്പോൾ അവിടെ ഒരു കാര്യമുണ്ട്. ലോക ജനത ഒരു പക്ഷെങ്കിൽ അവർ ചിന്തിക്കും, യേശു 2000 വർഷം മുമ്പ് വന്നു മരിച്ച ഒരു വ്യക്തിയല്ലേ. അവർ ചിന്തിക്കുന്ന ഈ ലോകത്തിലുള്ള ഏതെങ്കിലും ഒരു മഹാന്മാരെ പോലെ ആയിരിക്കും അവർ ഒരു പക്ഷെങ്കിൽ യേശുവിനെ കാണുന്നത്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി നമ്മൾ അനുഭവിച്ചത് എന്താണ്? ഉയർത്തെഴുന്നേറ്റ കർത്താവ്. ആ കർത്താവ് ഉയർത്തെഴുന്നേറ്റവൻ ജീവിച്ചു മരിച്ചു അടക്കപ്പെട്ട ഒരു ദൈവമല്ല, മറിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നവനായിരിക്കുന്ന ദൈവമാണ്. അതാണ് പ്രത്യേകത. ശിഷ്യന്മാരും വിശുദ്ധ പൗലോസൊക്കെ സാക്ഷിച്ചത് അതുതന്നെയാണ്. ഉയർത്തെഴുന്നേറ്റു. ആ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ, ഇന്നും ജീവിക്കുന്നവനായിരിക്കുന്ന ക്രിസ്തുവിനെ നമ്മളെന്ത് ചെയ്യും? മറ്റുള്ളവരോട് പരിചയപ്പെടുത്തി കൊടുക്കുവാനായിട്ടാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. 1 യോഹന്നാൻ 1:1, 2, 3 വാക്യങ്ങളൊന്ന് വായിക്കാം. ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം സംബന്ധിച്ച് ജീവൻ പ്രത്യക്ഷമായി ഞങ്ങൾ കണ്ട് സാക്ഷീകരിക്കുകയും പിതാവിനോട് കൂടെയിരുന്ന് ഞങ്ങൾക്ക് പ്രത്യക്ഷമായ നിത്യജീവനെ നിങ്ങളോട് അറിയിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളോടും അറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടും ആകുന്നു. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് താൻ അനുഭവിച്ചതായിരിക്കുന്ന കർത്താവ്, തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവമായിരിക്കുന്ന യേശു കർത്താവ്. അപ്പോൾ നമ്മൾ അനുഭവിച്ചതായിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് മറ്റുള്ളവരോട് പറയുവാനായിട്ട് സാധിക്കും. നമ്മൾ അനുഭവിച്ചിട്ടില്ലെങ്കിൽ, യേശുവിനെ നമ്മൾ രക്ഷകനും കർത്താവുമായിട്ട് കൈക്കൊണ്ട് യഥാർത്ഥമായി കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ ജീവിക്കുന്നില്ലെങ്കിൽ നമുക്ക് അവന് വേണ്ടി സാക്ഷ്യം വഹിക്കാൻ കഴിയത്തില്ല. ഒന്നാമതായിട്ട് സാക്ഷ്യം പറയണമെങ്കിൽ ഒന്നാമത്തെ യോഗ്യത എന്നുള്ളത് നമ്മളെ യഥാർത്ഥമായിട്ട് കർത്താവിനെ കൈക്കൊണ്ട് സ്വീകരിച്ച് ആ കർത്താവിൻ്റെ കൃപയിൽ നിൽക്കണം. അല്ലാത്തവർക്ക് സാക്ഷ്യം പറയുവാൻ പറ്റത്തില്ല. രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത്, ഏറ്റു പറയപ്പെടാത്ത പാവങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ കാണരുത്. പാവങ്ങളെ ദിനംതോറും ഏറ്റു പറഞ്ഞ് ദൈവസന്നിധിയിൽ കുറ്റമറ്റ മനസാക്ഷിയോടെ നിൽക്കുന്നവർക്ക് കർത്താവിനെ സാക്ഷിപ്പാൻ സാധിക്കത്തുള്ളൂ. ആ സാക്ഷ്യത്തിന് പ്രയോജനമുള്ളൂ. അല്ലാത്ത ആളുകൾ ജീവിതത്തിൽ പാപം വെച്ചുകൊണ്ട് മറ്റുള്ളവരോട് തങ്ങളുടെ അനുഭവം പങ്കുവെച്ചാലും സുവിശേഷം പറഞ്ഞാലും ഒരു ഫലവും കണ്ടെത്തുവാനായിട്ട് സാധിക്കത്തില്ല. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്ന അതാണ്. അതുകൊണ്ട് തൻ്റെ ജീവിതത്തിൽ യേശുവിനെ കൈക്കൊണ്ട് തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് നല്ല മനസാക്ഷിയോടെ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് സാക്ഷ്യം പറയുവാൻ സാധിക്കും. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി സാക്ഷ്യം പറയുവാൻ ആവശ്യമാണ്. അത് നമ്മൾ കണ്ടതാണ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇല്ലെങ്കിൽ കർത്താവിൻ്റെ സാക്ഷി ആകുവാൻ സാധിക്കത്തില്ല. മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സാക്ഷ്യം പറയുമ്പോൾ അതിന് പിന്നിൽ വലിയൊരു പ്രാർത്ഥനയും ആവശ്യമാണ്. നമ്മുടെ സാക്ഷ്യം ഒരാളുമായിട്ട് പങ്കുവയ്ക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അല്ല ഒരു സ്ഥലത്ത് പോയി നമ്മൾ നമ്മുടെ സാക്ഷ്യം പറയുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിന് പിന്നിൽ വളരെയധികം പ്രാർത്ഥന ആവശ്യമാണ്. പ്രാർത്ഥനയോടുകൂടെ പോകണം. എന്തിനാണ്? അവരുടെ ഹൃദയങ്ങളെ ഒരുക്കാനും നമ്മൾ പറയുന്ന വചനം അവർ സ്വീകരിപ്പാനും അവർ കൈക്കൊള്ളുവാനും അവർ യേശുവിലേക്ക് കടന്നു വരുവാനും യേശുവിനെ രക്ഷിതാവായി സ്വീകരിപ്പാനും ഇടയായി തീരേണ്ടതിന് വേണ്ടി നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയോടെ നമ്മൾ സാക്ഷ്യം പറയുവാനായിട്ട് നമ്മൾ ഒരുങ്ങണം. അപ്പോൾ ആ പ്രാർത്ഥനയോടെ നമ്മൾ സാക്ഷ്യം പറയുമ്പോൾ അവർ ആ സാക്ഷ്യം കേട്ട് അവർ കർത്താവിനെ അറിയുവാനിടയായിത്തീരും, കർത്താവിലേക്ക് കടന്നു വരുവാനായിട്ടിടയായിത്തീരും. പ്രത്യേകിച്ച് സാക്ഷ്യത്തിൽ ഞാൻ മുമ്പ് ഓർപ്പിച്ചതുപോലെ ദൈവത്തിന് മഹത്വം കൊടുക്കണം. നമ്മുടെ സാക്ഷ്യം പറയുമ്പോൾ ദൈവത്തിനായിരിക്കണം മഹത്വം. നമ്മൾ ആ മഹത്വം എടുക്കാൻ പാടില്ല.
നമ്മുടെ വാക്ക് നമ്മളെ ഉയർത്തുന്നതോ നമ്മുടെ സാഹചര്യങ്ങളെയോ നമ്മുടെ കുടുംബത്തെയോ നമ്മുടെ സഭയെയോ അല്ലെങ്കിൽ മറ്റൊന്നിനെയോ ഉയർത്തുന്നതാകരുത്. കർത്താവിനെ ഉയർത്തുന്നതായിരിക്കണം ഒരു സാക്ഷി. മൂന്നാമതായിട്ട്, ഒരു സാക്ഷി അവസാനം വരെ വിശ്വസ്തനായി നിലകൊള്ളണം. കർത്താവിൻ്റെ സാക്ഷി എന്നുള്ള വാക്ക് ഗ്രീക്കിൽ മാർട്ടസ് എന്നാണ്, എന്നാൽ മാർട്ടയർ എന്ന ഇംഗ്ലീഷ് പദം അതിൽ നിന്നാണ് ഉണ്ടായത്. അപ്പോൾ കർത്താവിന് വേണ്ടി ജീവിത അവസാനം വരെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവൻ പോകുവോളം കർത്താവിൻ്റെ സാക്ഷിയായി നമ്മൾ ജീവിക്കണം. കർത്താവിൻ്റെ സാക്ഷ്യം മറ്റുള്ളവരുമായിട്ട് നമ്മൾ പങ്കുവയ്ക്കണം. കർത്താവിൻ്റെ സാക്ഷ്യം വഹിക്കാൻ പോകുകയാണെങ്കിൽ നമ്മൾ എല്ലായിടത്തും എല്ലാവരോടും ആരോടും മറച്ചു വയ്ക്കാതെ ഈ സാക്ഷ്യം, നമ്മുടെ ജീവിത സാക്ഷ്യം മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കണം. അതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇവിടെ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസും കർത്താവിൻ്റെ ശിഷ്യന്മാരും ചെയ്തത് അതുകൊണ്ടാണ്. അവരുടെ ജീവിതാവസാനം വരെ കർത്താവിൻ്റെ സാക്ഷിയായി നിൽക്കുവാനായിട്ടിടയായി തീർന്നു. അതിൻ്റെ ഫലമായിട്ടാണ് നമ്മളൊക്കെ ഈ കർത്താവിനെ അറിയുവാനായിട്ടിടയായി തീർന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം തന്നെ ഒരു സാക്ഷ്യമായി മാറണം. ആ ജീവിതാവസാനം വരെ കർത്താവിൻ്റെ സാക്ഷിയായിട്ട് തീരുവാനായിട്ടാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. ക്രിസ്തുവിന് വേണ്ടി നിങ്ങൾ മരിക്കാൻ തയ്യാറാണോ എന്നുള്ള ഒരു ചോദ്യം ചോദിച്ചാൽ മിക്കവാറും ഒത്തിരി പേര് ഉത്തരം പറഞ്ഞെന്ന് വരികയില്ല. എന്നാൽ കർത്താവിൻ്റെ വചനം പറയുന്ന പോലെ ക്രിസ്തുവിന് വേണ്ടി നിങ്ങൾ ജീവിക്കാൻ തയ്യാറാണോ? ക്രിസ്തുവിന് വേണ്ടി നമ്മൾ ജീവിക്കാൻ തയ്യാറായാൽ കർത്താവ് തരുന്ന ആയുസ്സിൻ്റെ എത്ര നാൾ നമ്മൾ ജീവിക്കുമെങ്കിലും കർത്താവിൻ്റെ സാക്ഷികളായി ജീവിക്കാൻ വേണ്ടിയാണ്. പ്രത്യേകം ഓർക്കുക, കർത്താവിൻ്റെ സാക്ഷികളാകുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ വാക്കിലും കർത്താവിൻ്റെ സാക്ഷികളായി തീരുക. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൽ 18 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നത്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. കർത്താവിൻ്റെ അന്ത്യാജ്ഞാപനത്തിന് വേണ്ടി ഈ ലോകത്തിൽ ദൈവം നമുക്ക് ആയുസ്സും ആരോഗ്യവും എല്ലാം നൽകി ഈ ലോകത്തിൽ ജീവിക്കാൻ അനുവദിച്ചിരിക്കുന്നത് അവൻ്റെ സാക്ഷികളാകാൻ വേണ്ടിയാണ്. ആമേൻ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവസന്നിധിയിൽ ഒരു തീരുമാനമെടുക്കാം. എൻ്റെ ജീവിതാനുഭവം, ഞാൻ കർത്താവിലേക്ക് വന്നത് എപ്രകാരമാണെന്ന് ഞാൻ ആരോടും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾക്കെല്ലാവർക്കും അതൊരു അനുഭവമാണ്, ജീവിത അനുഭവമാണ്. എൻ്റെയും നിങ്ങളുടെയും ജീവിത അനുഭവം തന്നെയാണത്. നമ്മൾ കർത്താവിനെ കണ്ടെത്തുവാൻ, അറിയുവാൻ ഒരു മുഖാന്തരം ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്നു. ഈ യേശു ആരാണ് എന്നുള്ള സത്യം സംസാരിക്കുന്നവനാണ് സാക്ഷിയെങ്കിൽ, ഈ യേശു ആരാണെന്നുള്ള സത്യം, ആ കർത്താവ് എൻ്റെ ജീവിതത്തിൽ എന്താണ് ചെയ്തെന്നുള്ള കാര്യം മറച്ചു വയ്ക്കാതെ കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു വിശ്വസ്ത സാക്ഷിയായി ജീവിപ്പാൻ തക്കവണ്ണം കർത്താവിൻ്റെ സാക്ഷികളായി, അതെ, ദൈവം നമ്മളെ ഈ ലോകത്തിൽ വിട്ടേച്ച് പോയിരിക്കുന്നത് അതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മളെ രക്ഷിച്ച് അപ്പോൾ തന്നെ എന്തോ ചെയ്യാമായിരുന്നു? സ്വർഗത്തിലേക്ക് എടുക്കാമായിരുന്നു. സ്വർഗത്തിൽ ആരാധനയുണ്ട്, ഭൂമിയിൽ ആരാധനയുണ്ട്. സ്വർഗത്തിൽ പ്രാർത്ഥനയുണ്ട്, അതുപോലെ ഭൂമിയിലും പ്രാർത്ഥനയുണ്ട്. അങ്ങനെ നമ്മൾ ലിസ്റ്റെടുത്ത ഒത്തിരി കാണും. എന്നാൽ സുവിശേഷം പറയാൻ, സാക്ഷികളാകാൻ ഞാനും നിങ്ങളും മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ ഒരു തീരുമാനമെടുക്കുക. ഞാൻ യേശുവിനെക്കുറിച്ച് എൻ്റെ ജീവിതത്തിൽ ചെയ്ത അവൻ്റെ പ്രവൃത്തികളെ മറ്റുള്ളവരോട് പറയും. പ്രിയമുള്ളവരെ, നമ്മുടെ സാക്ഷ്യം പറഞ്ഞാൽ ആർക്കും അത് ഖണ്ഡിക്കാൻ പറ്റത്തില്ല. ഒരു വാക്കിനോ അല്ലെങ്കിൽ ഒരു വാക്കോ അല്ലെങ്കിൽ തത്വസംഹിതയോ വേറൊരു തത്വം കൊണ്ട് അതിനെ ഖണ്ഡിക്കാം.
ഒരു വാദഗതിയെ മറ്റൊരു വാദഗതി കൊണ്ടുവന്ന് അതിന് വേണമെങ്കിൽ മാറ്റിമറിക്കാം. പക്ഷേ എൻ്റെയും നിങ്ങളുടെയും സാക്ഷ്യം അത് നമ്മുടെ ജീവിതാനുഭവമാണ്. അത് മറ്റുള്ളവർക്ക് ആർക്കും മാറ്റുവാൻ സാധിക്കത്തില്ല, തിരുത്തുവാൻ പറ്റത്തില്ല. അങ്ങനെ വ്യത്യസ്തമായ നിലകളിൽ നമ്മൾ ഓരോരുത്തരും കർത്താവിൻ്റെ സാക്ഷികളായതുകൊണ്ട് ഈ സാക്ഷ്യം മറ്റുള്ളവരുടെ അടുത്തേക്ക് നമ്മൾ അറിയിക്കുന്നുവെങ്കിൽ എത്രയും വേഗം കർത്താവ് വരുവാൻ പോകുന്നു. ആ കർത്താവിൻ്റെ വരവെങ്കിൽ നമ്മളെല്ലാവരും കാണപ്പെടുമ്പോൾ നമ്മുടെ സാക്ഷ്യം കേട്ട ചിലരെങ്കിലും ആ നിത്യമായ സ്വർഗരാജ്യത്തിൽ കാണപ്പെടുവാനിടയായിത്തീരും. അതുകൊണ്ട് നമ്മുടെ സാക്ഷ്യങ്ങളെ നമുക്ക് പ്രസ്താവിക്കാനായിട്ട് നമ്മളെ തന്നെ ഒന്ന് തീരുമാനിക്കാം. ഇവിടെ നമുക്കൊരു ചോദ്യം, നമ്മൾ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാൻ, കർത്താവിൻ്റെ സാക്ഷികളായി ജീവിപ്പാൻ ആ ഒരു തീരുമാനത്തോടു കൂടെ ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ആമേൻ. ഇന്ന് കേട്ട ഈ സന്ദേശം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ സന്ദേശം മറ്റു ചിലർ കൂടി ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കിത് അനുഗ്രഹമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് മറ്റുള്ളവർക്കും ഒരു അനുഗ്രഹമായി തീരുവാൻ അത് കാരണമായി തീരും. ഗോഡ് ബ്ലെസ് യു.